എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കനികയും ഗോവിന്ദനും നന്ദു എല്ലാരും കൂടെ അനന്തപുരിയിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കനക മുത്തശ്ശിയോട് വെച്ച് ഞങ്ങൾ താമസിച്ചില്ല അല്ലേന്ന് ചോദിക്കണേ. താമസിച്ചില്ല എന്ന് പറയണം. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു നിങ്ങൾ വന്നു, എന്നിട്ടും ആ, ചടങ്ങ് നടത്താനുള്ള ആളിങ്ങോട് എത്തിയില്ല എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കന ചോദിച്ചു, അയ്യോ ആരാ നവ്യമോൾ ഇവിടെ ഇല്ലേന്ന് ചോദിക്കാണ്. നവ്യ എവിടെയുണ്ട്, പക്ഷേങ്കില് അവൻ ഇവിടെ ഇല്ല, അഭി ഇവിടെ ഇല്ല എന്ന് പറയാണ്. അപ്പൊ ഇതുവരെയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്ന് പറയണം. അല്ല അവനിത് എവിടെ പോയെന്ന് ചോദിക്കാം. മുല്ലപ്പൂ വാങ്ങാനെന്നും പറഞ്ഞ് പോയതാ, പക്ഷെ ഇതിനായിട്ടും മുല്ലപ്പൂ വാങ്ങാൻ പോയിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് പറയണം. ഈ സമയം ഒന്നും മിണ്ടാതെ ജലജ ഇങ്ങനെ നിൽക്കുകയാണ്. മുത്തശ്ശി ചോദിച്ചു, നീ എന്താ ജലജ ഇങ്ങനെ നിൽക്കുന്നേ? നിന്റെ മരുമകളുടെ വീട്ടുകാരെ വന്നപ്പോ നീ ഇങ്ങനെയാണോ നിൽക്കേണ്ടതെന്ന് ചോദിക്കും. അവര് സ്വീകരിക്കേണ്ടതെന്ന് ചോദിക്കും. ഓ എന്ത് സ്വീകരിക്കാനാ, അവർ സ്വീകരിക്കാൻ ഒരു വിരുന്നുകാരൊന്നുമല്ലോ, വീട്ടുകാരാന്നല്ലേ പറയണേ, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും കനകയും ഗോവിന്ദനും ഒന്ന് പരസ്പരം നോക്കി. പിന്നീട് കനക ദേവേനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ദേവേനിക്ക് ഇപ്പൊ കുഴപ്പമുണ്ടോന്ന് ചോദിക്കാം. ഓ എനിക്കെന്ത് കുഴപ്പം, എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ മോൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടെന്ന് മാത്രം, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജയൻ പറഞ്ഞു, നീ എന്താ ദേവേനി ഇങ്ങനെ പറയണേ? അതിന് നയനമോളെ നീ അടുക്കള കയറ്റാറ് പോലും ഇല്ലോ, നീ എന്താ കാര്യം പറയണേ? അവളെ അടുക്കളയിലേക്ക് കയറ്റേണ്ടത് ശരിയാകത്തില്ലെന്നല്ലേ പറയണേ. അത് പിന്നെ ജയേട്ടാ, ഞാൻ ചെയ്യുന്നതിനാണോ തെറ്റിരിക്കുന്നത്? അവൾ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വിശ്വസിച്ച് ഫുഡ് കഴിക്കാൻ പറ്റുമോ? എന്തൊക്കെയാ കലക്കി തരുന്നു പറയാൻ പറ്റില്ല. മുമ്പൊന്ന് കലക്കി തന്നതിന്റെ ആണല്ലോ ഞാൻ അമ്മാതിരി കിടപ്പ് കിടന്നേ. പിന്നെ എനിക്ക് ഇനിയും കൂടെ കിടക്കാൻ താല്പര്യം ഇല്ലാത്തോണ്ടാന്ന് പറയണം. ഇത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞു, ദേവേനി നീ അനാവശ്യമായിട്ട് ചിന്തിക്കൊന്നും വേണ്ട, നയനമോൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നോളല്ലെന്ന് പറയണം. പിന്നീട് കനക പറഞ്ഞതേ, നീ കുറച്ച് പലഹാരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണം. അതെല്ലാം നയനയുടെയും നവ്യയുടെയും കയ്യിലേക്ക് കൊടുക്കുക. പിന്നീട് നവ്യ നന്ദുവിനെ കൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് അനിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. പിന്നീട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയം കനക ചോദിച്ചു, ഇനിയിപ്പോൾ ആരുടെ അടുത്ത 7ാം വർഷ ചടങ്ങ് നടത്തുന്നേ? കാരണം ആദർശമുണ്ട്, അനി അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അനി ഒന്നും മിണ്ടാതെ ഇങ്ങനെ തല കുണിച്ചിരിക്കണം. എന്താ അനിമോനൊന്നും മിണ്ടാത്തെന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേവേനി പറഞ്ഞു, എന്താടാ അനി നീ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കുകയാണ്. ജയൻ പറഞ്ഞു, അവന് മിണ്ടാട്ടം മുട്ടിപ്പോയെന്ന് തോന്നേ. എടാ അനി ഒന്നും അല്ലേലും നിന്റെ ഭാര്യ ഈ സമയത്ത് ഇവിടെ ഇല്ലാത്ത മോശമായി പോയിട്ടോ, അവൾ ഇവിടെ വേണ്ടതായിരുന്നു പറയാണ്. അല്ലെങ്കിലും 7ാം മാസ ചടങ്ങ് നടത്തുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നിന്റെ മുഖം അങ്ങോട്ട് മാറിയില്ലോ. നീ കുറച്ചുകൂടെ സ്നേഹം അവൾക്ക് കൊടുക്കണം കേട്ടോ, ഇതുപോലെ ആയിട്ട് കാര്യമില്ലെന്നൊക്കെ പറയാണ്. ഈ സമയം അനാമിക അവളുടെ വീട്ടിൽ ആകപ്പാടെ സമനില തെറ്റിയ പോലെ ഇരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വേണുവിന്റെ രേവതിയും കൂടെ വന്നു കഴിഞ്ഞപ്പത്തിന് അനാമിക പറഞ്ഞു, അവള് വന്നിട്ടുണ്ട്, ആ നന്ദു എന്ന് പറയുന്നവള്. അവള് വീട്ടിൽ ചെന്നെന്ന്. അവൾക്ക് ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞിട്ട് അവള് വീട്ടിൽ ചെന്നോ? പിന്നെ കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ അവള് നേരെ അങ്ങോട്ടേക്കാ പോയത്. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് പറയണേ. എന്റെ മോളെ, അങ്ങനെയാണെ മോൾ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് ചെല്ല്, അവിടെ ചെന്ന് അധികാരം സ്ഥാപിക്കുക, അല്ലെങ്കിൽ മോള് അവിടുന്ന് ഔട്ടാവെന്ന് പറയണം. പിന്നെ അധികാരം സ്ഥാപിക്കാൻ അങ്ങ് ചെന്ന് കയറി കൊടുത്താലും മതി, എനിക്ക് അങ്ങോട്ട് ചെല്ലുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്കാണ് എന്നെ കണ്ണെടുത്താൽ കാണത്തില്ല. പിന്നെ ഈ സമയത്ത് അങ്ങ് ചെന്നാൽ ശരിയാകത്തില്ല. ആ നന്ദു എന്ന് പറയുന്ന ആൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവളെ കണ്ടു കഴിയുമ്പോൾ ദേഷ്യവും. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞെന്നിരിക്കും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ തിരിച്ചുള്ള പ്രതികരണം എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം നമ്മുടെ നാടകങ്ങളും കള്ളത്തരങ്ങളും എല്ലാം അവള് പുറത്തെടുക്കും. അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ പിന്നെ നമുക്കവിടെ ഒരു നിലനിൽപ്പ് ഉണ്ടാകത്തില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, ഓ അങ്ങനെയാണോ? അങ്ങനെയാണെ പോകണ്ട മോളെ, മോള് ഇവിടെ ഇരുന്നാൽ മതി, പോകണ്ടെന്ന് പറയാം. പക്ഷെ വേണു പറഞ്ഞു, പോകാതിരുന്നിട്ട് കാര്യമില്ല, നിനക്കറിയാലോ മോളെ ഇവിടെ എത്രമാത്രം ബാധ്യത ഉണ്ടെന്നുള്ള കാര്യം. മോൾ അവിടെ ചെന്ന് നല്ലൊരു നിലയിൽ എത്തിയിട്ട് വേണമെങ്കിൽ വീട്ടിലെ കടങ്ങളൊക്കെ വീട്ടാനെന്ന് കരുതിയാൽ ഞാനിരിക്കുന്നത്. അപ്പൊ മോള് പോവായിരുന്ന എങ്ങനെ ശരിയാവും? രേവതി പറഞ്ഞു, വേണു ഏട്ടാ അവള് പോയിക്കോളും, ഇന്ന് പോകുന്നില്ല എന്നാ പറഞ്ഞോളന്ന് പറയാം. അനാമി പറഞ്ഞു, പോയിട്ട് ഞാൻ എവിടെ എന്തെടുക്കാനാന്ന് ചോദിക്കണം. മോളെ കയ്യിലെടുക്കണം, അനിയെ കയ്യിലെടുക്കണം, അവിടെയാ നിന്റെ മിടുക്കെന്ന് പറയാം. പിന്നെ കയ്യിലെടുക്കാൻ പറ്റിയൊരു സാധനം, അവൻ എന്നോട് സ്നേഹമൊന്നും ഇല്ലെന്ന് പറയാം. അങ്ങനെ ആയിരുന്നില്ലല്ലോ, കല്യാണത്തിന് മുമ്പ് നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹം എല്ലാവരും ചോദിക്കും. ഓ അത് കല്യാണത്തിന് മുമ്പ്. ഞാൻ ഓർത്തോ ഇങ്ങനെ ഒരു കുരിശ് എന്റെ തലയിലേക്ക് കയറാൻ പോണേന്ന്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴല്ലേ യഥാർത്ഥ സ്വഭാവങ്ങളൊക്കെ എല്ലാവരുടെയും മനസ്സിലായി തുടങ്ങിയത്. എനിക്കത് ഓർത്ത് കഴിയുമ്പോഴത്തേനും തല പെരുക്കുമെന്ന് പറയണം. മോള് സമാധാനമായിട്ട് ഇരിക്കുക, ഈ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മോൾ അങ്ങോട്ടേക്ക് ചെല്ല്, മോൾ അവിടെ അധികാരം സ്ഥാപിക്കണം, അല്ലാതെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലെന്നൊക്കെ പറയണം. ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കനകയോടും കുന്നിനോടും സംസാരിക്കുകയാണ്. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, അതെ ഇത്ര സമയമായിട്ട് അവനെ കണ്ടില്ലല്ലോ, അബീനെ കണ്ടില്ല, അവൻ ഇതിലെ പോയതാന്ന് ചോദിക്കണം. മുത്തശ്ശിയോട് ഒന്നും വിളിച്ചു നോക്കാൻ പറയണം. അങ്ങനെ മുത്തശ്ശി വിളിച്ചു, പക്ഷേ എങ്കിൽ അബി കോൾ എടുക്കുന്നില്ല. ഈ സമയത്ത് അബി അനഘയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അനഘയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അനഘ അബിയോട് പറഞ്ഞു, അബി നീ ഇനി എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായതാ. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ മോളെ നീ കൊണ്ടോണം, പൊന്നു പോലെ നോക്കണം എന്ന് പറയണം. ഇത് കേട്ടത് അബി പറഞ്ഞു,
നീ എന്താ അനഘയെ പറയണേ? ഇത്രയും കാലം നീയല്ലേ അവളെ നോക്കിയത്? നീ എന്തിനാ ദുബായിന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് പോന്നെന്ന് ചോദിക്കാം. എനിക്ക് വരേണ്ടതായിട്ട് വന്നു. എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലായിരുന്നു അബി. കാരണം നിനക്കറിയാലോ എൻ്റെ മോളുടെ സുരക്ഷിതത്വം, അത് മാത്രം ഇപ്പം ഞാൻ നോക്കുന്നേ. എനിക്ക് എൻ്റെ മോളെന്ന് വെച്ചാൽ ജീവനാ. ഒരുപക്ഷെ നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലായിരിക്കും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് ആരും ഇല്ലാതാവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു പറയാണ്. നീ എന്തൊക്കെയാ പറയണേ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോന്ന? അതെ, ഞാൻ പറഞ്ഞല്ലോ ദുബായിൽ ഒരു നല്ല ജോലി ഉണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് ഒരു തലവേദനയും കാര്യങ്ങളൊക്കെ വന്നത്. ആദ്യമൊക്കെ ഗവനിച്ചില്ല. പിന്നീട് തലവേദന കൂടിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനുമാണ് പോയി ഡോക്ടറെ കാണുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനുമാണ് എനിക്ക് തലയ്ക്കകത്ത് ട്യൂമറുണ്ട്, ഇനി അതേ കാലം ഞാൻ ജീവനോടെ ഉണ്ടാവില്ലെന്നുള്ള സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. എൻ്റെ മോളുടെ കാര്യത്തിൽ അവളോട് ഇതിനായിട്ട് അച്ഛൻ ആരാന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു പക്ഷേങ്കിൽ നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ മോൾ അനാഥയായിട്ട് തെരുവിലൂടെ അറിഞ്ഞിടാൻ ഇടവരില്ല. അവളുടെ അച്ഛനുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ അബീനെ കാണാൻ വന്നേ. എൻ്റെ മോൾക്ക് അച്ഛനായിട്ട് നീ കൂടെ ഉണ്ടായിരിക്കണം. അമ്മ നഷ്ടപ്പെട്ടാലും അച്ഛൻ വേണമെന്ന് പറയണം. ഇത് കേട്ടത് അബി പറഞ്ഞു, നീ എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുക. ഞാനുള്ള കാര്യം പറഞ്ഞേ. ഇനി എനിക്ക് വേറെ നിവൃത്തിയില്ല, അതുകൊണ്ടാ. അപ്പോഴേക്കും അബിയുടെ ഫോൺ ബെല്ലിച്ചു. അബി പറഞ്ഞു വീട്ടിൽ നിന്ന് വിളിക്കണം എന്ന് പറയണം. ഇത് കേട്ടതും അനഘ പറഞ്ഞു, ഏത് വീട്ടിൽ നിന്നാളും കുഴപ്പമില്ല. ഇപ്പൊ നീ ഒരിടത്തേക്കും പോകുന്നില്ല. അതിനേക്കാളും വലിയ പ്രശ്നം ഇവിടെ പരിഹരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നീ വീട്ടിലേക്ക് ഓടുന്നതെന്ന് ചോദിക്കുക. എന്താ അനഘ, ഞാൻ പറഞ്ഞല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അനഘ പറഞ്ഞു, നീ ഒരു എക്സ്ക്യൂസും പറയണ്ട. എനിക്കറിയാം എന്താ പറയാൻ പോണെന്ന്. കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. പിന്നീട് നയന് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോഴേക്കും ദേവേനെ അങ്ങോട്ടേക്ക് ഒന്ന് നയനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കാൻ അങ്ങ് തുടങ്ങുമ്പോഴത്തേനുമാണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ വന്ന് പെട്ടെന്ന് ദേവേനെ അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ്. മുത്തശ്ശിയും നേരെ നയനെ നോക്കി പുഞ്ചിരിച്ചിട്ട് ഹാളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കനകയും ഗോവിന്ദനും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കനകയോടും ഗോവിന്ദനോടും ഇങ്ങനെ വർത്താനമൊക്കെ പറയണം, ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയണം. അപ്പോഴേക്കും ദേവേനയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അപ്പം നയനയും വന്നു. പിന്നീട് നയന എന്ത് ചെയ്യണം, നവ്യയുടെ മുടിയിൽ ആ വെച്ചിരിക്കുന്ന ക്ലിപ്പും കാര്യങ്ങളൊക്കെ നേരെ ശരിക്കും ഒന്ന് കുത്തുവാണ്. ഇത് കണ്ടപ്പോഴത്തേനും ദേവേനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ദേവേനി പറഞ്ഞു, ഓ ഇനിയിപ്പം നിന്റെ ഒരു ടച്ചപ്പും കൂടെ ഉണ്ടായാലോ അവളങ്ങോട്ട് സുന്ദരി ആവുള്ളായിരിക്കും അല്ലേ? നിനക്ക് നിന്റെ കൈ ഒന്ന് അടക്കി വെച്ച് മര്യാദയ്ക്ക് ഇരുന്ന് കൂടെ നയനേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ നയന ദേവേനിയെന്ന് നോക്കുവാണ്. വെറുതെ എല്ലാവരുടെ മുന്നിലൊന്ന് അഭിനയിച്ച് കാണിക്കുകയാണ് ദേവേനി. കനയ്ക്കും ഗോവിന്ദനും അത് മനസ്സിലായി. പെട്ടെന്ന് തന്നെ മുത്തശ്ശൻ പറഞ്ഞു, അവളിപ്പം തൊട്ടെന്നോർത്ത് എന്താ കുഴപ്പമിരിക്കണേ? നിന്റെ മരുമോളല്ലേന്ന് ചോദിക്കും. പിന്നെ എന്ന് വെച്ചാൽ മരുമോള്. ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു, അവള് വലിയ ബ്യൂട്ടീഷ്യനാന്ന് അറിയിക്കാൻ വേണ്ട, വലിയ ഡിസൈനർ അല്ലേ? അപ്പൊ അതിന്റെ അഹങ്കാരം ജാടം കാണിക്കുന്നാന്ന് പറയാണ്. ദേവേന് പറയും, അതൊന്നും ഇവിടെ കാണിക്കണ്ട, ഈ അനന്തപുരി തറവാട്ടിൽ അതൊന്നും എടുക്കണ്ടെന്ന് പറയണം. അത്ര സമയം ഉണ്ടായിരുന്ന കനക പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ മോളേക്കാൾ ഉപരി ഇവിടുത്തെ മരുമോളല്ലേ നയന, അവളോട് ഇത്രയെങ്കിലും സ്നേഹം കാണിച്ചുകൂടെ? എപ്പോൾ നോക്കിയാലും അവളെ ഇങ്ങനെ ചീത്ത പറയാനേ സമയമുള്ളൂ എന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല. ചിലരോടൊക്കെ നമ്മൾ പറഞ്ഞാലും ചിലരുടെയൊക്കെ ഇതിലേക്ക് മനസ്സിലേക്ക് കയറത്തില്ല. നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് ഒരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറയണം. ദേവേനി പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാനും പെരുമാറാനും അറിയത്തുള്ളൂ. ഇവളെ ഞാൻ മരുമോളായിട്ട് അംഗീകരിക്കാനോ ഒരിക്കലും ഇല്ല എന്നൊക്കെ പറയണം. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ അബീനെ ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പക്ഷെ അബീനെ വിളിച്ചിട്ട് കിട്ടിയില്ല. മുത്തശ്ശന് നല്ല ദേഷ്യമായിപ്പോയി. മുത്തശ്ശൻ പറഞ്ഞു, ഇങ്ങോട്ട് വരട്ടെ എന്ന്. അവന്റെ ഭാര്യയുടെ 7ാം മാസ ചടങ്ങാന്ന് പോലും അവൻ അറിയത്തില്ല. എന്നിട്ട് പോയി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറയണം. എവിടെയോ പോയി നോക്കിയിരിക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നു കയറും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവന്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമെന്ന് പറയണം. വേറൊന്നുമല്ല, ഇനിയിപ്പം അവൻ ഇങ്ങോട്ടേക്ക് വന്നില്ലേ ഉണ്ടല്ലോ, അവനെ അടിച്ചേനത്തെയും കയറ്റത്തില്ല. അവന് തോന്നിയാസം നടക്കാനാണെങ്കിൽ അത് എവിടെ വേണേലും പോയി ആയിക്കോട്ടെ. പക്ഷെ ഈ വീട്ടിൽ അനന്തപുരി ഇല്ല, ഇത് നടക്കത്തില്ല എന്ന് പറയണം. ഇത്ര സമയമായിട്ട് അവനും കൂടെ വരാൻ തോന്നിയോ? ഒന്നുമല്ലേലും അവന്റെ ഭാര്യ ഒരുത്തി 7ാം മാസ ചടങ്ങ് നടത്താൻ വേണ്ടി കാത്തിരിപ്പെടുന്നുള്ള ചിന്ത വേണ്ടേ? നമ്മളെ ആരെയും പരിഗണിക്കണ്ട. പക്ഷെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മോശമല്ലെന്ന് ചോദിക്കണം. ജലജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് ജലജ അകത്തേക്ക് പോയിട്ട് അഭിനെ ഒന്നുകൂടെ വിളിക്കുക, കോൾ എടുത്തില്ല. അപ്പോഴേക്കും ജാനകി അങ്ങോട്ടേക്ക് വന്നു. ജാനകി വന്നിട്ട് എന്തായാലും ഈ അഭി വരാതിരിക്കുന്ന മോശക്കേട് തന്നെ കേട്ടോ. അവന്റെ ഭാര്യയുടെ 7ാം മാസ ചടങ്ങല്ലേ, എത്ര സമയമായി ഇതുവരെയായിട്ടോ അവന് വരാറായോ എന്ന് ചോദിക്കുക. വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ പറഞ്ഞതിന്റെ ഫോണെങ്കിലും എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. ജലജ പറഞ്ഞു, എന്ത് ചെയ്യാനാ ജാനകി, ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലോ. അവൻ വരും വരട്ടെ, ഇല്ലെങ്കിൽ ചടങ്ങ് കുളമാണെങ്കിൽ കുളമാവട്ടെ എന്നൊരു രീതിയായിരുന്നു ജലജയുടെ മനസ്സറിയ ഉണ്ടായിരുന്നേ. ആ സമയം അബി അനഘയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനഘ പറഞ്ഞു, ഞാനും കൂടെ തിരിച്ചു പോവാ. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ കുഞ്ഞിനെ ഏറ്റെടുത്തോണം. എനിക്കിനി കുഞ്ഞിനെ നോക്കാൻ കഴിയില്ലെന്ന് പറയണം. അബി പെട്ടുപോയി. ഞാൻ എന്ത് പറഞ്ഞ് വീട്ടിൽ കൊണ്ടേ ആക്കും? ഒരു പക്ഷെ നാളെ എൻ്റെ ഭാര്യ ഞാൻ പോകുന്ന പെണ്ണിന് സമ്മതമായിരിക്കുമോ? കാമുകിയുടെ കുഞ്ഞിനെ വീട്ടിൽ വളർത്താനായിട്ട്? അതൊന്നും എനിക്ക് അറിയണ്ട അബി. നീ എന്ത് ചെയ്താലും കുഴപ്പമില്ല.
പക്ഷേങ്കിൽ എൻ്റെ കുഞ്ഞിനെ നീ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ അനന്തപുരിയിലേക്ക് വരും നിന്റെ പുറകെ അങ്ങോട്ട്. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് നിനക്ക് അറിയാലോ എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞെട്ടലോട് കൂടി ടബി ഇരിക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.